പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത്? ഞാൻ എന്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ? ഇത് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും തകർക്കാനല്ല. ആ വ്യക്തി നവീകരിക്കപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം, ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല. ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന്, CPM-മായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എന്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും, ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ്, അവരനുഭവിച്ച വേദനകൾ പങ്കുവയ്ക്കുകയാണ്. പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ, പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്.